കണ്ണാടി പോയി കഴിഞ്ഞാൽ ആരെയാണ് കാണുക നമ്മൾ? ആരെ കാണും? നിങ്ങളുടെ പ്രതിബിംബത്തെ കാണും. അതിന്റെ ഓപ്പോസിറ്റാണ് നിങ്ങളെന്നറിയുക. നമ്മൾ കണ്ണാടിയിൽ പോയി നോക്കുമ്പോൾ നമ്മൾ അടുത്തത് നമ്മുടെ ആടയാഭരണങ്ങളെ നമ്മൾ ഒന്നുകൂടി മെച്ചപ്പെടുത്തും. എന്താ ചെയ്യുക? ആരെങ്കിലും ഉണ്ടോ കണ്ണാടിന് മുമ്പിൽ പോയി നമ്മളെ കണ്ടതിന് ശേഷം എന്നാ പിന്നെ എൻ്റെ ഡ്രസ്സ് ഭയങ്കര വിശാലമാകട്ടെ എന്ന് കരുതിയിട്ട് ഒരു 10 ഡ്രസ്സുകൾ എടുത്തിടുന്ന ആരെങ്കിലും ഉണ്ടാവോ? എന്താ ചെയ്യുക? നമ്മൾ കണ്ണാടി മുമ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രസ്സുകളൊക്കെ ശ്രദ്ധിച്ചുക. കണ്ണാടിന് മുമ്പിൽ പോയി നിന്നാൽ ഡ്രസ്സുകൾ നിങ്ങൾ ഒതുക്കുകയാണോ ചെയ്യുന്നത്, വലിച്ചിടുകയാണോ ചെയ്യുക? എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ കണ്ണാടി പോയി കാണുമ്പോൾ നിങ്ങൾ ഒതുങ്ങാനാണ് ഇഷ്ടപ്പെടുന്നത്, അല്ലേ? എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടോ? എന്തുകൊണ്ടാ? മനുഷ്യൻ അവനവനെ കാണുമ്പോൾ ഒതുങ്ങാനാണ് ഇഷ്ടപ്പെടുന്നത്. മനുഷ്യന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഒതുങ്ങാനാണ്. ആരിലേക്ക് ഒതുങ്ങാനാ? അവനവനിലേക്ക് ഒതുങ്ങാനാണ് അവർ ആഗ്രഹിക്കുന്നത്. നമ്മൾ സ്ഥിരമായി കണ്ണാടി പോയിന്ന പിന്നെ നമുക്ക് എന്താ സംഭവിക്കുക? നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ ഈഗോസ് ഒക്കെ മാറി ഒതുങ്ങാൻ തുടങ്ങും. ഈ ഒതുക്കമാണ് ലൈഫ് എന്ന് പറയുന്നത്. ഒരു എളുപ്പത്തിൽ പറയാം, നിത്യം കണ്ണാടി ഒന്ന് അഭ്യസിക്കുന്നവൻ പിന്നെ വാക്കുകൾ മിതപ്പെടുത്താൻ തുടങ്ങും.